കോളേജുകളിലും പ്രൊഫഷണൽ കോളേജുകളിലും റാഗിംഗ് വർദ്ധിക്കുന്നതായി തുറന്ന് സമ്മതിച്ച മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥിന്റെ പേരിൽ പുതിയ ആപ്പ് രൂപീകരിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ നമ്മുടെ കോളേജുകളിൽ പ്രൊഫഷണൽ കലാലയങ്ങളിലെല്ലാം റാഗിംഗ് വർദ്ധിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാനിഫെസ്റ്റോയിലും പിന്നീട് ബജറ്റിലും എല്ലാം വയനാട് മരണമടഞ്ഞ സിദ്ധാർത്ഥിൻ്റെ പേരിലുള്ള ഒരു റാഗിംഗ് നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തു. ഇങ്ങനെയുള്ള പരാതികൾ വരുമ്പോൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കാനുള്ള തീരുമാനമെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, ഇന്ന് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിവരിക്കുകയായിരുന്നല്ലോ അദ്ദേഹം. പ്രത്യേകിച്ചും റാഗിംഗ് വർദ്ധിക്കുന്നു എന്നുള്ള കാര്യം മുഖ്യമന്ത്രി സമ്മതിക്കുന്നുണ്ട്. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്? പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശാലിനി. വിനോദ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സംസ്ഥാനത്തെ കോളേജുകളിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ റാഗിംഗ് വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ റാഗിംഗ് വിരുദ്ധ നിയമം ഔദ്യോഗികമായി സർക്കാർ തലത്തിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം കൂടി ഇന്ന് സർക്കാർ തലത്തിൽ എടുത്തിരിക്കുകയാണ്. അത് വയനാട് വെറ്റിനറി കോളേജിൽ മരണപ്പെട്ട സിദ്ധാർത്ഥന്റെ പേരിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ രൂപീകരിക്കാൻ തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ വരികയാണെങ്കിൽ അത് വിദ്യാർത്ഥികൾക്കോ അധ്യാപകർക്കോ ആർക്കാണെങ്കിലും നേരിട്ട് ഈ ആപ്പിലൂടെ സർക്കാരിനെയോ പോലീസ് സംവിധാനങ്ങളെ അറിയിക്കാം എന്നുള്ളതാണ് ഈ ആപ്പ് കൊണ്ട് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. മറ്റൊന്ന്, ഇന്ന് ഇപ്പോൾ ഓണത്തിന്റെ തിരക്കിലേക്ക് സംസ്ഥാനം കടക്കുകയാണ്. കയർ മേഖല വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കയർ മേഖലയിൽ കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ അത് വിറ്റഴിക്കാനായി ഒരു ക്യാമ്പയിൻ സർക്കാർ തലത്തിൽ ആരംഭിക്കുന്നുണ്ട്. ഓണം വാരാഘോഷത്തിന്റെയും ഓണാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യമായി അദ്ദേഹം പറഞ്ഞത് ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട KSU മുഖ്യമന്ത്രി തർക്കം പോര് തുടരുന്ന സാഹചര്യത്തിൽ പ്ലീഡർ നിയമനം അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഒപ്പം തന്നെ KSU പ്രവർത്തകരുമായി കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. അവരുടെ പരാതികളൊക്കെ തന്നെ കേൾക്കുകയും ചെയ്തു. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് KSUവിനോട് പറഞ്ഞിട്ടുണ്ട്. അലോഷ്യസ് സേവ്യർ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ അടക്കമുള്ളവരെ അപമാനിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല എന്നുള്ളത് തെറ്റായ പ്രചാരണമാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. മറ്റൊന്ന്, തേവര കോളേജിൽ അദ്ദേഹത്തിനെ കണ്ടുവെന്ന് പറയുന്നത് പിന്നീട് ചിത്രങ്ങളിൽ നിന്ന് മാത്രമാണ് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയത്. ഗസ്റ്റ് ഹൗസിൽ അടക്കം ഉണ്ടായിരുന്നപ്പോൾ KSU പ്രതിനിധികളെ വിളിച്ചതാണ്. അവരാരും അപ്പോൾ അങ്ങോട്ട് വന്നില്ല. വ്യാജ പ്രചാരണങ്ങളും വ്യാജമായിട്ടുള്ള ചർച്ചകളും ഒക്കെ ഇതിന്റെ പേരിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇതിന് നൽകിയിട്ടുള്ള ഒരു മറുപടി. ഒരാൾക്കും തന്നെ കാണാനുള്ള അനുമതി നിഷേധിച്ചിട്ടില്ല. സെക്രട്ടേറിയറ്റിലേക്ക് ഒഴുകിയെത്തുന്നത് നിരവധി ആളുകളാണ്. അവരെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് താൻ എന്നുള്ളൊരു കാര്യം കൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുകയും ചെയ്തു. മറ്റൊന്ന്, ഈ നിതിൻ മരണവുമായി ബന്ധപ്പെട്ട് റാമിനെ കോളേജ് പ്രിൻസിപ്പൽ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റിലെ വീഴ്ച അത് സംഭവിച്ചു എന്ന് തന്നെ മുഖ്യമന്ത്രി സമ്മതിക്കുകയാണ്. അതിൽ അന്വേഷണ സംഘത്തെ അടക്കം മാറ്റിയിട്ടുണ്ട്. വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പ്രതിയെ വിട്ടയച്ച സംഭവം DGPയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കും. ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ ഇത് പരിശോധിക്കുകയാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉയർന്നിട്ടുള്ള ടാറ്റ കമ്പനിയുമായി ബന്ധപ്പെട്ട ഡീലുമായിട്ടുള്ള വിവാദങ്ങൾ. അത് നിരവധി നിക്ഷേപ ചർച്ചകൾ നടക്കുന്നുണ്ട്. നിക്ഷേപത്തിന് പുതിയ വാതിലുകൾ സർക്കാർ തേടുകയാണ്. 10,000 കോടി രൂപ നിക്ഷേപം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അതിനെ തെറ്റായി ചിലർ വ്യാഖ്യാനിച്ചു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ചില ഹർജികൾ ചർച്ചകൾ ആണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. 2005 ഈ ബോർഡ് രൂപീകരിച്ചത്. കേന്ദ്ര നിയമം വന്ന ശേഷം ആദ്യമായി ബോർഡ് രൂപീകരിച്ചതും കേരളത്തിലാണ്. അതിൽ അന്ന് തന്നെ 2 അമുസ്ലിം പ്രതിനിധികളെ നിയമിക്കുമെന്ന് LDF സർക്കാർ പറഞ്ഞതാണ്. 4 ഹർജികൾ തള്ളണമെന്നൊരു ആവശ്യം UDF മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് അംഗീകരിച്ചിരുന്നില്ല. UDF ഈ ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് തെറ്റായ രീതിയിലുള്ള വ്യാജ പ്രചാരണങ്ങൾ, വർഗീയ പ്രചാരണങ്ങൾ ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് എന്നൊരു വിമർശനം കൂടിയാണ് പിണറായി വിജയനെതിരെ അദ്ദേഹം ഒരു ഒളിയമ്പായി പറഞ്ഞു വെക്കുകയും ചെയ്തത്. എന്തായാലും UDFനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള വർഗീയ പ്രചാരണം അത് വിലപ്പോകില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.
കാര്യം എന്നുള്ളത്. മറ്റൊന്ന് ഈ വൈദ്യുതി പ്രതിസന്ധി സംബന്ധിച്ച കാര്യമാണ്. സംസ്ഥാനത്തെ ഈ ലോഡ് ഷെഡിംഗ് ഒക്കെ അനിയന്ത്രിതമായി വരുന്നത് വലിയ രീതിയിൽ ആളുകളെ ബാധിക്കുന്നുണ്ട്. അതിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന പ്രതികരണം വൈദ്യുതി മന്ത്രി പറഞ്ഞതുപോലെ തന്നെയാണ്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ട്. കടം വാങ്ങുന്ന വൈദ്യുതിയുടെ തോത് കുറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് വൈദ്യുതി ഉൽപ്പാദനം താറുമാറായ സാഹചര്യമുണ്ട്. മഴ കുറവാണ്. എൽനിനോ പ്രതിഭാസമൊക്കെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 1000 മെഗാവാട്ട് അതിലധികം ഈ വർഷം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉപഭോഗവും ഉപയോഗവും കൂടിയതാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. എന്തായാലും അത് പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാർ തലത്തിൽ ആലോചിക്കുന്നുണ്ട്. കൂടാതെ തന്നെ പലയിടത്തും 1 മണിക്കൂറും 1.5 മണിക്കൂറും വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകുന്നത് അറിഞ്ഞുകൊണ്ടല്ല, അത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള നടപടികളിലേക്ക് കടക്കാം എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇതിനായി പറഞ്ഞു വെക്കുന്നത്. മറ്റൊന്ന് ഈ ആശുപത്രികളിലെ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള ചില വിമർശനങ്ങൾ, വിവാദങ്ങളാണ്. അതിൽ മുഖ്യമന്ത്രി പറയുന്നത് അത്തരത്തിൽ ആർക്ക് വേണമെങ്കിലും ഭക്ഷണം നൽകാൻ. പക്ഷേ ആരോഗ്യമന്ത്രി പറഞ്ഞ പ്രതികരണത്തെ ചിലർ തെറ്റായി വ്യാഖ്യാനിച്ചു എന്നുള്ളതാണ്. അവിടെ ഭക്ഷണം നൽകുന്നതിൻ്റെ പേരിൽ പലരും അവിടെ കയ്യേറ്റം നടത്തുന്നുണ്ട്. കെട്ടിടങ്ങൾ പണിഞ്ഞു അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥലം കയ്യേറിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. അത് അനുവദിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നൽകിയിട്ടുള്ള വിശദീകരണം. എന്തായാലും നിർണായകമായിട്ടുള്ള പല തീരുമാനങ്ങളും എടുത്തുകൊണ്ടാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം പിരിഞ്ഞത്. അതിനുശേഷം വിശദമായൊരു വാർത്താ സമ്മേളനമാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തുകയും ചെയ്തത്. വിനോദം. തീർച്ചയായും മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും എസ് ശാലിനി.